ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിടുക. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ഇതിൽ വന്നേക്കാം. അതുവഴി നിങ്ങൾക്ക് കോടിയോ ലക്ഷമോ ഒക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞേക്കാം ആദ്യമേ തന്നെ. അപ്പോൾ ഈ ഒരു തമ്പനെയിലിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള ഒരു അവസരമാണ് വന്നേക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഡ്രീം11 വഴിയാണ്. നിങ്ങൾ ഈ ചാനലിൽ മുമ്പുള്ള ഒരുപാട് വീഡിയോസിൽ ഡ്രീം11 പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതുവഴി ലാഭം കിട്ടിയവരുമുണ്ട്, ചിലർക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. എനിക്കാണെങ്കിലും ലാഭവും നഷ്ടവും ഉണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുറേ GL മുമ്പ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഫുട്ബോളിലാണ്. ക്രിക്കറ്റിൽ 2-3 കിട്ടിയിട്ടുള്ളൂ. അത് ചെറിയ എമൗണ്ടുകളാണ്. അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഇതേപോലെ നല്ലൊരു തുക കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇന്നോട്ട് കുറച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ നോക്കണുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാനായിട്ട് ഞാൻ നാളെ തൊട്ട് വീഡിയോ ഇടുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ മെയിനായിട്ട് IPLൻ്റെ കാര്യങ്ങളാണ്. IPLലെ ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രാൻഡ് ലീഗിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഐഡിയാസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത്. അപ്പോൾ ഇതിലുള്ള പ്രൈസ് നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ റാങ്കിന് 2 കോടി, പിന്നെയുള്ള 5 വരെയുള്ള റാങ്കിന് ഓരോ കോടി, അതിന് ശേഷം 5 ലക്ഷം, 3 ലക്ഷം, 2 ലക്ഷം, അങ്ങനെ ഒരുപാട് പ്രൈസുകളുണ്ട്. അതുപോലെ തന്നെ വേറെ ഗ്രാൻഡ് ലീഗുകളുണ്ട്. അതിലൊക്കെ ആണെങ്കിലും 2 കോടി ഫസ്റ്റ് ഉണ്ട്, പിന്നെ 10 ലക്ഷം, അങ്ങനെ ഒരുപാട് എൻട്രി ഫീസ് വ്യത്യാസമുള്ള കോൺടെസ്റ്റുകളുണ്ട് ഇതിൽ. അതുപോലെ ടീമുകളുടെ എണ്ണം വ്യത്യാസമുള്ള കോൺടെസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പറ്റിയ കോൺടെസ്റ്റ് നോക്കി ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ആവാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആദ്യമായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരുപാട് പൈസയൊക്കെ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ വലിയ പ്രൈസ് ആദ്യത്തെ തന്നെ ഇതിൽ തന്നെ കിട്ടിയെന്നും വരാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പോയാൽ കുഴപ്പമില്ലാത്തൊരു എമൗണ്ടാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നല്ലത്. അതാണ് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ടും. ഒരുപാട് പേർക്ക് നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതുവഴി. അപ്പോൾ ഇതുപോലുള്ള വലിയ പ്രൈസുകളൊക്കെ നേടാനായിട്ട് നിങ്ങൾ കുറച്ച് റിസ്ക് എടുത്തുള്ള ടീമുകളൊക്കെയാണ് ഇടേണ്ടത് മെയിനായിട്ടും. നിങ്ങൾ സ്ഥിരമായിട്ട് കളി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഒരു കളിയിൽ ഇപ്പോൾ എല്ലാ ടീമുകളുടെയും ഓരോ മത്സരങ്ങൾ വീതം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരുടെയൊക്കെ പെർഫോമൻസാണ് നല്ലത്, അതുപോലെ കഴിഞ്ഞ പോലെ നല്ല പെർഫോമൻസ് ഉള്ളവരിൽ, അതുപോലെ പുതിയ പ്ലെയേഴ്സൊക്കെ വരുമ്പോൾ അവരൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ബോളേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 3 വിക്കറ്റ് കിട്ടാനോ, അതുപോലെ പുതിയതായിട്ട് ബാറ്റ് ചെയ്യണ പ്ലെയർ ആണെങ്കിൽ ഒരു 50-ന് മുകളിൽ സ്കോർ ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്ലെയേഴ്സിനൊക്കെ ചിലപ്പോൾ വളരെ സെലക്ഷൻ കുറവായിരിക്കും. എന്തൊക്കെയാണെങ്കിലും IPLലെ ടീമുകളെല്ലാം നല്ല ടീമുകളാണ്. 22 പേരിൽ നിന്ന് അതിൽ 11 പേരെ സെലക്ട് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കോമ്പിനേഷനിലുള്ള ടീമുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ 10 പേരെ 9 പേരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഫസ്റ്റ് കിട്ടുന്ന ടീമുകളിൽ, ഡ്രീം ടീമിലൊക്കെ വരണുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ലൊരു കുറച്ച് റിസ്ക് എടുത്തുള്ള ടീമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വലിയൊരു പ്രൈസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ റിസ്ക്കുകൾ എടുക്കാനൊക്കെ നിങ്ങൾ തയ്യാറാവണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ എൻട്രി ഫീസ് പോലും അങ്ങനെ റിസ്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ കിട്ടിയില്ലെന്ന് വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പോയാൽ കുഴപ്പമില്ലാത്തൊരു എമൗണ്ടാണ് ഇതിൽ ട്രൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് എടുത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ ഐഡിയകളും അതുപോലെ എൻ്റേതായ ഒരു രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളെ തൊട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ശരിയായെന്ന് വരാം, ചിലപ്പോൾ തെറ്റിയെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെയും കൂടി ഒരു അനലൈസിസ് വെച്ചിട്ടുള്ള ടീം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും ഞാൻ നാളെ തൊട്ട് വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങളതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഐഡിയാസ് കിട്ടുകയാണെങ്കിൽ അതും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തി നോക്കുക. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യാണ്ടിരിക്കരുത്. കാരണം ഒന്നും അറിയാത്തവർക്ക് വരെ ഇഷ്ടം പോലെ പേർക്ക് ഇതുപോലെ നല്ല പ്രൈസുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെയാണെങ്കിലും എനിക്ക് ഫുട്ബോളിലൊന്നും ഒന്നും അറിയാത്ത ടൈമിലാണ് എനിക്ക് ഇതിലൊക്കെ 2 ലക്ഷം 1 ലക്ഷമൊക്കെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലൊക്കെ ഞാൻ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയേക്കണം GLൻ്റെയൊക്കെ. അത് 1 ലക്ഷത്തിന് തന്നെ ഒരു 4-5 തവണയോ അതിൽ കൂടുതൽ തവണയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ 2 ലക്ഷം കിട്ടിയിട്ടുണ്ട്, 50,000, അങ്ങനെ ഒരു 10-20ഓളം വലിയ പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് വലിയ അറിവുണ്ടായിട്ടില്ല. എനിക്ക് ക്രിക്കറ്റിനെ കുറിച്ചാണ് കൂടുതൽ അറിവുള്ളത്. പക്ഷേ ഫുട്ബോളിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതും ആദ്യമൊക്കെ ഇതിൽ ടീം ഇടുമ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ പ്ലെയേഴ്സിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഒരു ഐഡിയ കിട്ടിയപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ടീം ഇട്ട് തുടങ്ങിയത്. അങ്ങനെ ടീം ഇട്ട് സ്ഥിരമായിട്ട് അതേ ടൈപ്പ് ടീം ഇടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസുകൾ ഓരോ മാസവും കിട്ടാറുണ്ടായിരുന്നു. ഒരു മാസം തന്നെ ചിലപ്പോൾ 2-3 GL വരെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ മിക്ക മാസങ്ങളിലും കിട്ടും. പിന്നെ അതിന് ശേഷം ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിന് ശേഷമാണ് ആ കോവിഡിൻ്റെയൊക്കെ ടൈമിൽ പിന്നെയാണ് നമുക്ക്
കൂടുതലായിട്ട് ടീമുകളൊന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നതും അതുപോലെ ആ ഒരു ഐഡിയ ഫോളോ ചെയ്യാൻ പറ്റാതായി പോയതും. ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഓരോ GL വെച്ച് ഇടയ്ക്ക് കിട്ടാറുണ്ട്, ചെറിയ പ്രൈസുകളാണ് കിട്ടാറുള്ളത്. അതുപോലെ ഫുട്ബോളിലാണെങ്കിൽ നല്ല പ്രൈസുകളുണ്ട്. ഫുട്ബോളിൻ്റെയൊക്കെ ഐഡിയ ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഐഡിയ ഒക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഒക്കെ വേണമെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അതനുസരിച്ചുള്ള ഐഡിയകൾ വേണമെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും IPLൻ്റെ നിങ്ങൾ വിട്ട് കളയരുത്, നിങ്ങൾക്ക് നല്ലൊരു പ്രൈസ് കിട്ടാനുള്ളൊരു ചാൻസ് ഉള്ളതാണ്. കഴിഞ്ഞ കൊല്ലം ഒരു മലയാളിക്ക് 2 കോടി കിട്ടിയിട്ടുണ്ടായിരുന്നു IPLൽ. അപ്പോൾ അതുപോലെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പേര്, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കൂട്ടുകാർ, അങ്ങനെ പലർക്കും അത് വലിയൊരു ഉപകാരമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഒരു ടീമോ 2 ടീമെങ്കിലും വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇട്ട പൈസ കിട്ടാനാണെങ്കിലും ചാൻസ് ഉണ്ട്. എന്തായാലും നല്ലൊരു പ്രൈസൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നാളെ തൊട്ട് വീഡിയോ വരുമ്പോൾ എല്ലാവരും എടുത്ത് കാണുക, നിങ്ങളുടേതായ രീതിക്കും കൂടി അനലൈസിസൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റേതായ കാര്യങ്ങൾ പറയണതിൽ നിന്നും കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കളിയൊക്കെ കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കളി കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഐഡിയ കിട്ടും. ഇപ്പോൾ ചിലപ്പോൾ അതുപോലെ പിച്ച് റിപ്പോർട്ടൊക്കെ പറയണ കാര്യങ്ങളൊക്കെ അവർ തുടക്കം പറയുമ്പോൾ ചെറുതായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ ആദ്യത്തെ മത്സരത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പിന്നിൻ്റെ അത്രയധികം ഉണ്ടാവില്ല, അല്ല എന്തോ ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ മത്സരമൊക്കെ ടെലഗ്രാമിൽ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു, അത് അത്യാവശ്യം നല്ല പ്രോഫിറ്റായിരുന്നു. ഇതാണ് നമ്മുടെ ടെലഗ്രാമിൻ്റെ ചാനൽ, നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ഇപ്പോൾ ടീമുകൾ പ്രൊവൈഡ് ചെയ്യാറില്ല, കാരണം ഞാൻ സ്മോൾ ലീഗ് കളിക്കാനായിട്ട് എനിക്കിപ്പോൾ അധികം താല്പര്യമില്ല. കാരണം ചിലപ്പോൾ 10 കളിയിലൊരു 4 കളി 5 കളി ജയിച്ചാലാണ് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുള്ളൂ. പക്ഷേ അതുപോലെ തന്നെ 5 കളി 6 കളിയൊക്കെ ജയിച്ചാലാണ് പ്രോഫിറ്റ് ഉള്ളൂ. നമുക്ക് IPLലൊക്കെ ഭയങ്കര റിസ്ക്കാണ്, കാരണം ടീം വീട്ടിൽ തന്നെ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്മോൾ ലീഗ് ട്രൈ ചെയ്യണവർക്ക് ട്രൈ ചെയ്യാം. അതിനുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. 2 പേരുടെ തൊട്ട് 4 പേരുടെ 3 പേരുടെ അങ്ങനെ ചെറിയ ചെറിയ കോൺടെസ്റ്റുകൾ, ചെറിയ നമ്പേഴ്സിൻ്റെ കോൺടെസ്റ്റുകളൊക്കെ ഉണ്ട്, ചെറിയ എമൗണ്ടിൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ ഏത് വേണമെങ്കിലും ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ Dream11 ഈ ടെലഗ്രാം ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്തിടാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം അതിൽ, നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആവാറുണ്ട്. ഇപ്പോൾ ഫുട്ബോളിൻ്റെയൊക്കെ ഗോളിൻ്റെയൊക്കെ കാര്യങ്ങൾ പ്രഡിക്ഷൻ ചെയ്യാറുള്ളത് ചിലപ്പോൾ കറക്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുന്ന ഒരു ചാനലായിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ചെറിയ കാര്യം പറയണത് പോലും ചിലപ്പോൾ മറ്റൊരാൾക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടും. ഞാൻ ഇതിലൊരു ദിവസം 1-0 പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഒരാൾക്ക് 15,000 രൂപ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ചാനൽ കൂടി ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു Dream11 ഇത്രയും വലിയ പ്രൈസൊക്കെ ഉള്ളത് Dream11 മാത്രമല്ല, മറ്റു ഫാൻറ്റസി ആപ്ലിക്കേഷനിലൊക്കെ IPLൻ്റെ അത്യാവശ്യം നല്ല വലിയ പ്രൈസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേതെങ്കിലുമൊക്കെ കിട്ടാനായിട്ട് എന്തായാലും തീർച്ചയായിട്ടും ശ്രമിക്കുക. അപ്പോൾ നാളെ തൊട്ട് എന്തായാലും വീഡിയോ വരുന്നതാണ്. ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ടൊന്നും നോക്കിയിട്ടില്ല. ഇന്നത്തെ കളിയിൽ പറയാനാണെങ്കിൽ ബാംഗ്ലൂരിൽ വെച്ചാണ് കളി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ ആദ്യത്തെ ഒരു 4 റാങ്കുകാർക്ക് 4 പൊസിഷനിൽ ഇറങ്ങുന്ന പ്ലെയേഴ്സിന് അത്യാവശ്യം നല്ല റാങ്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ ബാംഗ്ലൂരിനാണ് ആദ്യം ബാറ്റിംഗ്, തീർച്ചയായും ആദ്യത്തെ ഒരു 4 പ്ലെയേഴ്സിനെ ക്യാപ്പും വീസിയൊക്കെ മാറ്റി തിരിച്ചൊക്കെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം. അതനുസരിച്ചുള്ള ഐഡിയ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഞാൻ എന്തായാലും നാളെ തൊട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വയ്ക്കുക.